ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ട് പ്രൊസീജിയർ കോൾ. റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. റിമോട്ട് പ്രൊസീജിയർ കോളിൻ്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ കോൾസ് ഇല്ലേ, നമ്മൾ സി പ്രോഗ്രാമിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ് ഫംഗ്ഷൻ കോൾസ്. അപ്പം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം വോയിഡ് സം എന്ന് പറഞ്ഞ് എനിക്കൊരു മെത്തേഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ ഇപ്പം സം ഇസ് ഈക്വൽ ടു a + b പ്രിൻറ്റ് സം, പ്രിൻ്റ് എഫ് ഉണ്ട്, ജസ്റ്റ് എഴുതുവാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു മെത്തേഡിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഐ ഡു, ഐ വിൽ കോൾ ഇറ്റ് അല്ലേ, ഇങ്ങനെ ഞാൻ കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പാരാമീറ്റേഴ്സ് ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യും. ആ ഒരു സിമിലർ പ്രൊസീജിയർ തന്നെയാണ് റിമോട്ട് പ്രൊസീജിയർ കോൾസിൽ നമ്മൾ നടക്കുന്നത്. ഇവിടെ നമുക്ക് കോളിംഗ് പ്രൊസീജിയറുണ്ട്, കോൾഡ് പ്രൊസീജിയറുണ്ട്. അതായത് വിളിക്കുന്ന ഒരു പ്രൊസീജിയറിന് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്കൊരു മെയിൻ ഫംഗ്ഷൻ കാണുമല്ലോ, ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും ഞാൻ ഈ ഒരു സം എന്ന് പറഞ്ഞ് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ കോളിംഗ് പ്രൊസീജിയറാണ്, ഇതെൻ്റെ കോൾഡ് പ്രൊസീജിയറാണ്. വിളിക്കുന്നയാളും ആരെയാണ് വിളിച്ചത് അവരും. സോ ഇവർ രണ്ടുപേരും സെയിം അഡ്രസ് സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല RPCയുടെ കേസിൽ. എന്തുകൊണ്ടാണ്? ഇത് റിമോട്ട് പ്രൊസീജിയർ കോൾസ് ആണ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എൻ്റെ ഇവിടെ ഒരു ഹോസ്റ്റ് മെഷീൻ ഇവിടെ ഉണ്ട്, എൻ്റെ അടുത്ത ഹോസ്റ്റ് മെഷീൻ വേറെ ഏതെങ്കിലും സെക്ഷനിലാണെങ്കിൽ ഇവർ രണ്ട് എൻവയറമെൻറ്റിലാണെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് റിമോട്ട് പ്രൊസീജിയർ കോൾസ് എന്ന് പറയുന്നത്. സോ അവർക്ക് സെയിം സിസ്റ്റത്തിലാവാം, ഡിഫറെൻറ്റ് സിസ്റ്റത്തിലാവാം, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ ദർ. ഓക്കെ, അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഈ ഒരു ക്ലയൻറ്റും ഈ ഒരു സെർവറും തമ്മിൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ ലോജിക്കൽ കണക്ഷൻ. ഈ ലോജിക്കൽ കണക്ഷൻ ഇവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ റെഡി ടു എക്സ്ചേഞ്ച് കമാൻഡ്സ് ആൻഡ് ഡേറ്റ. അപ്പം ഈ ഒരു റിക്വസ്റ്റിനനുസരിച്ച് ഈ പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോഴത്തേനും അത് ഡേറ്റ ആണോ അത് എന്തെങ്കിലും കമാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാനായിട്ട് ബോത്ത് ക്ലയൻറ്റ് ആൻഡ് സെർവർ അല്ലെങ്കിൽ അവർക്കുള്ളിലുള്ള ആപ്ലിക്കേഷൻസ് റെഡിയാണ്. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു റിമോട്ട് പ്രൊസീജിയറും അല്ലെങ്കിൽ ഇവരുടെ ഒരു കോളിംഗ് പ്രോഗ്രാംസും ഒക്കെ വരുന്നത്. നമുക്കിനി റിമോട്ട് പ്രൊസീജിയർ കോളിൻ്റെ ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കിംഗ് നമുക്ക് നോക്കാം. നമുക്കൊരു ക്ലയൻറ്റ് പ്രോസസ്സ് ഉണ്ടാവും, ഒരു സെർവർ പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോളർ കോളിംഗ് ഉണ്ടാവും. അപ്പം എനിക്കിപ്പോൾ എൻ്റെ ക്ലയൻറ്റിനിപ്പം ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിനെ കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പം കോളിംഗ് ദ പ്രൊസീജിയർ, അത് കഴിഞ്ഞ് ആ ഒരു മെസ്സേജ് വിത്ത് പാരാമീറ്റേഴ്സ് പ്രൊസീജിയറിന് എന്തെങ്കിലും ഇപ്പോൾ പ്രിൻ്റ് എ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇതെൻ്റെ പാരാമീറ്ററാണ് അല്ലേ, ഇതെൻ്റെ ആർഗ്യുമെൻ്റ് ആണ് വരുന്നത്, പാരാമീറ്റർ ഓർ ആർഗ്യുമെൻറ്റ്. അപ്പം എൻ്റെ ആർഗ്യുമെൻ്റ് അല്ലെ പാരാമീറ്റർ ഞാൻ ആർക്ക് കൊടുത്തു, ഞാൻ എൻ്റെ സെർവർ പ്രോസസ്സിന് കൊടുത്തു. അപ്പം സെർവർ അത്രയും ടൈം ഇസ് വെയിറ്റിംഗ് ഫോർ ദ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞ ഉടനെ സെർവർ എന്താണ് ചെയ്യുന്നത്, സെർവർ ആ ഒരു പ്രൊസീജിയറിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മളുടെ ക്ലയൻറ്റിൽ കൊടുക്കും. അപ്പോൾ അത്രയും നേരം ക്ലയൻറ്റ് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ക്ലയൻറ്റിന് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇറ്റ് റെസ്യൂംസ് ദി എക്സിക്യൂഷൻ. അപ്പം റിപ്ലൈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇറ്റ് വിൽ ഗോ ഫോർ ദി എക്സിക്യൂഷൻ പാർട്ട്. നമ്മൾ ഇത്രയും നാളും ക്ലയൻറ്റിനും സെർവറിനും ഉള്ള ഫങ്ഷനാലിറ്റീസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ആ ഒരു ഫങ്ഷനാലിറ്റിയുടെ തന്നെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിക്കുന്നത്. അത് പ്രൊസീജിയർ കോൾസ് വെച്ച് വിത്ത് റെസ്പെക്റ്റ് ടു ആണ് ഈ ഒരു ഡയഗ്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. RPCയുടെ മെക്കാനിസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ കോൾസ് വെച്ചിട്ടാണ്. അപ്പം ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പാസ് ചെയ്ത് ആ ഒരു റിമോട്ട് പ്രൊസീജിയറിലോട്ട് ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പം നമ്മൾ അവരെ സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നു, അവരിൽ നിന്ന് റെസ്പോൺസ് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ഒരു ഡയഗ്രാം കൂടെ ഇലാബറേറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് ജനറൽ ആർക്കിടെക്ചർ ഓഫ് എ റിമോട്ട് പ്രൊസീജിയർ കോൾ മെക്കാനിസം ആണ്, വിച്ച് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് സിസ്റ്റം. നമുക്കിവിടെ ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു റിമോട്ട് സെർവർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ റിമോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അവരൊരു എൻവയറമെൻറ്റിലായിരിക്കാം അല്ലായിരിക്കാം. അപ്പം ഇവർക്ക് രണ്ടു പേർക്കും ഓരോ RPC മോഡ്യൂൾസ് ഉണ്ട് അല്ലേ. പിന്നെ ഒരു സ്റ്റബും ഉണ്ട്. സ്റ്റബ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, സെയിം ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. റിമോട്ട് പ്രൊസീജിയർ കോൾസ് വെച്ച് അല്ലെങ്കിൽ പ്രൊസീജിയർ കോൾസ് വെച്ചിട്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. അപ്പം എനിക്കിപ്പം എനിക്കിപ്പോൾ ഇപ്പം ലോക്കൽ ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്കൊരു റിക്വസ്റ്റ് വന്നു. ഓക്കെ, എൻ്റെ യൂസർ ഇതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ക്ലയൻറ്റിന് മനസ്സിലായി. അത് RPC മോഡ്യൂളിലോട്ട് ഞാൻ പ്രൊസീജിയർ കോൾ വെച്ച് കോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് സെർവറിൻ്റെ RPC മോഡ്യൂളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് റെസ്പോൺസ് നമ്മൾ റിസീവ് ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിനെ നമ്മൾ തിരിച്ച് ലോക്കൽ ആപ്ലിക്കേഷനിലോട്ട് വിടുകയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിനെ നമ്മൾ യൂസറിന് കാണിക്കുകയോ ചെയ്യുന്നു.
അതങ്ങനെയാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു സ്മോൾ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. മേ ബി ബെറ്റർ ഡയഗ്രംസ് ആർ കമ്മിങ് ഡൗൺ. ഒരു റിമോട്ട് പ്രൊസീജിയർ കോൾഡ് അല്ലെങ്കിൽ ഒരു റിമോട്ട് പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ റിമോട്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും പല പ്രൊസീജിയേഴ്സ് കാണും. ഇപ്പോൾ P1, P2, P3, P4 എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രൊസീജിയേഴ്സ് കാണും. അപ്പോൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ഇവരെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ട്രിപ്ലെറ്റ് ഉണ്ട്. പ്രോഗ്രാം നമ്പർ, വേർഷൻ നമ്പർ ആൻഡ് പ്രൊസീജിയർ നമ്പർ. അങ്ങനെയാണ് നമുക്ക് ഈ റിലേറ്റഡ് റിമോട്ട് പ്രൊസീജിയേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു പ്രൊസീജിയർ, ഇത് എൻ്റെ ഒരു റിമോട്ട് പ്രൊസീജിയറാണെന്ന് വിചാരിക്കാം. നമുക്കറിയാം, ഇത് കണ്ടോ, ഇവർ RPC മോഡ്യൂൾസ് വെച്ചിട്ട് തന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അതായത് റിമോട്ട് പ്രൊസീജിയേഴ്സ് തമ്മിലാണ് നമുക്ക് കോൺടാക്ട്സ് വരുന്നത്. സോ ഈ ഒരു റിമോട്ട് പ്രൊസീജിയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ ഹാവിങ് ദിസ് ട്രിപ്ലെറ്റ്. ഈ ഒരു ഡയഗ്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യമേ എൻ്റെ ക്ലയൻറ്റ് കോൾ ചെയ്യുന്നു. എൻ്റെ ക്ലയൻറ്റ് സ്റ്റബിലോട്ട് പോകുന്നു. ഇവിടെ കണ്ടു കഴിഞ്ഞ് സെയിം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. സ്റ്റബും കാര്യങ്ങളൊക്കെ സെയിം തിങ് ആണ്. ഇപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലയൻറ്റ് കോൾ ചെയ്ത് ഈ ഒരു ക്ലയൻറ്റിൻ്റെ പ്രൊസീജിയർ എന്താണോ, ഇപ്പോൾ വിത്ത് ആർഗ്യുമെൻറ്റ്സോ പാരാമീറ്റേഴ്സോ അതിനെ നമ്മൾ പാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നെ ഞാൻ പാക്ക് ചെയ്തിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്നത്. സെൻഡ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പാക്കറ്റ് എവിടെയാണ് റിസീവ് ചെയ്യുന്നത്? എൻ്റെ സെർവർ മെഷീനിൽ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ സെർവർ മെഷീനിൽ റിസീവ് ചെയ്യുന്നു. അപ്പോൾ അത്രയും ടൈം ക്ലയൻറ്റ് എന്താണ് ചെയ്യുന്നത്? ക്ലയൻറ്റ് വെയിറ്റിംഗ് ആണ് ചെയ്യുന്നത്. റിസീവ് ചെയ്ത് കഴിഞ്ഞ് അൺപാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ പ്രൊസീജിയർ കോൾ കിട്ടുവാണ്. പ്രൊസീജിയർ കോളും ആർഗ്യുമെൻറ്റും പാരാമീറ്റേഴ്സ് എല്ലാം കിട്ടുവാണ്. അപ്പോൾ അവർ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു കോളിനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് എനിക്കൊരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. ആ ഒരു ഔട്ട്പുട്ടിനെ ഞാൻ റിട്ടേൺ ചെയ്യും. ആ വന്ന ഔട്ട്പുട്ടിനെ ഞാൻ പാക്ക് ചെയ്യും, സെൻഡ് ചെയ്ത് എങ്ങോട്ടാണ് റിസൾട്ട് പാക്ക് എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ RPC അടുത്ത മോഡ്യൂളിലോട്ടാണ്. എൻ്റെ ക്ലയൻറ്റും സെർവറിൻ്റെ RPC മോഡ്യൂൾസ് ഉണ്ട് അല്ലേ, നമ്മളിവിടെ നോക്കിയായിരുന്നു അല്ലേ. RPC മോഡ്യൂൾ, ഇതെൻ്റെ ക്ലയൻറ്റിൻ്റെ RPC മോഡ്യൂളും ഇതെൻ്റെ സെർവറിൻ്റെ RPC മോഡ്യൂളാണ്. അപ്പോൾ ഇവർ തമ്മിലാണ് ഇനീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് നമ്മൾ ഈ നേരത്തെ തിരിഞ്ഞ് വരച്ചത് ഇത് മണ്ടയിലോട്ടാണ് ഇത് വരച്ച് വെച്ചേക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ റിസീവ് ചെയ്യും. അപ്പോൾ അത്രയും നേരം ക്ലയൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്ലയൻറ്റ് റിസീവ് ചെയ്തു, ക്ലയൻറ്റ് അൺപാക്ക് ചെയ്തു, ക്ലയൻറ്റ് റിട്ടേൺ ചെയ്തു. അപ്പം ആ ഒരു ഔട്ട്പുട്ട് നമ്മുടെ ക്ലയൻറ്റിലോട്ട് റീച്ച് ചെയ്തു. അതാണ് ഈ ഒരു ഡയഗ്രം, RPC മെക്കാനിസത്തിൻ്റെ ഈ ഒരു ഡയഗ്രം പറയുന്നത്. സോ എഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയേക്കുന്നത്. ക്ലയൻറ്റ് കോൾസ് ദ ക്ലയൻറ്റ് സ്റ്റെപ്പ്. The call, it's a local procedure call വെച്ചിട്ടാണ് വിത്ത് പാരാമീറ്റേഴ്സ് ഇറ്റ്സ് പുഷ്ഡ് ഇൻ ടു ദ സ്റ്റാക്ക്. പിന്നെ ക്ലയൻറ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? ഈ പ്രൊസീജിയർ പാരാമീറ്ററിനെ സിസ്റ്റം കോൾ വെച്ചിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഈ ഒരു പാക്കിംഗ് പ്രോസസ്സിനെ നമ്മൾ മാർഷലിംഗ് എന്ന് നമ്മൾ പറയും. ഈ ഒരു പാക്കിംഗ് ചെയ്തില്ലേ, ഇതിനെ നമ്മൾ മാർഷലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അതേസമയം ഈ ഒരു അൺപാക്കിങ്ങിൻ്റെ പ്രോസസ്സിനെ നമ്മൾ അൺമാർഷലിംഗ് എന്നും പറയും. ക്ലയൻറ്റിൻ്റെ ലോക്കൽ OSൽ നിന്നും നമ്മളുടെ റിമോട്ട് സെർവറിലോട്ട് മെസ്സേജ് പോകുന്നു. OS പാക്കറ്റിനെ പാസ് ചെയ്യുന്നു, അൺമാർഷലിംഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞേച്ച് നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് റിട്ടേൺ വാല്യൂ ട്രാൻസ്പോർട്ട് ലെയർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അഗെയിൻ അത് ക്ലയൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നിട്ട് ക്ലയൻറ്റ് സ്റ്റബിൽ വന്നിട്ട് അൺമാർഷലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് കോളറിലോട്ട് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മളുടെ മെക്കാനിസം, RPCയുടെ മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പും ഈ ഒരു ഡയഗ്രം വരയ്ക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. പിന്നെ ഈ ഒരു പോയിന്റ്സിലോട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കരുത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എലാബറേറ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. RPCയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ക്ലയൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സെർവേഴ്സ് യൂസിങ് പ്രൊസീജിയർ കോൾസ് അല്ലേ. ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രൊസീജിയർ കോൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊരു പോസിറ്റീവാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയറൻമെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രോസസ് ഓറിയൻറ്റഡ്, ത്രെഡ് ഓറിയൻറ്റഡ് മോഡൽസിനെ സപ്പോർട്ട് ചെയ്യും. ഇൻറ്റേർണലി എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഹൈഡ് ചെയ്യാനായിട്ട് RPCനെ കൊണ്ട് സാധിക്കും. കാരണം ഞാൻ പറയും, ഇപ്പം ഞാനൊരു ക്ലയൻറ്റും സെർവറും തമ്മിൽ ഞാനൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ അൺഅവെയർ ദാറ്റ് ക്ലയൻറ്റിന് ഒരു സ്റ്റബ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഇപ്പം എന്താ പറയുന്നത് RPC മോഡ്യൂളുണ്ടെന്നോ ഒന്നും ഒരു യൂസർ എന്നുള്ള നിലയിൽ നമ്മൾക്ക് അറിയത്തില്ല. എഗെയിൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, അബ്സ്ട്രാക്ഷൻ. അപ്പം ഇത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. ബേസിക്കലി ഒരു യൂസറിന് പുറകെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് അവർക്ക് എന്താ പറയുക ഹിഡൻ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഓൾസോ ഇറ്റ് റിക്വയർസ് ഓൺലി മിനിമൽ എഫേർട്ട് ടു റൈറ്റ് ആൻഡ് ഡെവലപ്പ്. റീറൈറ്റിങ്ങും അവരുടെ റീഡെവലപ്മെൻറ്റിനൊക്കെ മിനിമം എഫേർട്ടാണ് എടുക്കുന്നത്. പ്രോട്ടോകോൾ ലെയേഴ്സിന് ഇവർ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്.
ഡിസഡ്വാൻറ്റേജസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഡേറ്റ വരുമ്പോഴത്തേനും RPC എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഒരു സ്മോൾ സെറ്റ് ഓഫ് ഡേറ്റയ്ക്കായിരിക്കും കൂടുതലും RPC നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഫെയിലിയേഴ്സിലോട്ട് ഇത് വൾണറബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ RPCയുടെ കാര്യം പറയുമ്പോഴത്തേനും അവർക്കൊരു പ്രത്യേക സ്റ്റാൻഡേർഡിൽ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഇല്ല. അതുപോലെ RPC ഇൻട്രാക്ഷൻ ബേസ്ഡ് ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ 4 ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കിയത്.